ആറ്റഹോളൻ നദിയിലേക്കുള്ള വഴി അതീവ അപകടമായിരുന്നു. ഡാർക്ക് സീ കടന്നേ അതിലെത്താൻ കഴിയൂ. ഈ അപകടകരമായ യാത്രയിൽ ആന്നയും ഒലാഫും അപകടത്തിലാവരുത് എന്ന് എൽസ ചിന്തിച്ചു. അവരെ ഒരു ഐസ് ബോട്ടിൽ ഇരുത്തി എൽസ തള്ളിക്കളഞ്ഞു. ആന, ഒലാഫ് വലിയ വെള്ളത്തിനടിയിലൂടെ കടന്നു പോകുന്നു. എൽസ ഡാർക്ക് സീ കടന്നു പോവാൻ പരിശ്രമിക്കുകയാണ്. പെട്ടെന്ന് ഒരു വെള്ളക്കുതിര അവളെ ആക്രമിച്ചു. ആ കുതിര തീർത്തും വെള്ളത്തിൽ നിന്നുള്ള ഒരു ആത്മാവായിരുന്നു. അത് എൽസയെ അകറ്റാൻ ശ്രമിച്ചു. എന്നാൽ എൽസ അതിന്റെ കൂടെ പൊരുതുന്നു. എല്ലാം മറന്ന് അവൾ അതിനെ കീഴടക്കാൻ ശ്രമിക്കുന്നു. അവസാനം വെള്ളക്കുതിര അവളുടെ കൂടെ മെരുങ്ങി. അത് എൽസയെ ആറ്റഹോളൻ നദിയിലേക്ക് താല്പര്യത്തോടെ നയിക്കുന്നു. അവസാനം എൽസ ആറ്റഹോളൻ നദിയിലേക്ക് എത്തുന്നു. ഇതിനിടയ്ക്ക് എൽസയും ഒലാഫും സാഹസികമായ വെള്ളത്തിലൂടെയുള്ള യാത്ര കടന്ന് ഒരു ഗുഹയിൽ ചെന്നെത്തുകയാണ്.